എൻസിപിയിലെ മന്ത്രിമാറ്റ ചർച്ചകളിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ തിരുത്താനുള്ളവർ തിരുത്തണം. പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ട അധ്യക്ഷൻ സ്വീകരിക്കുന്ന നിലപാടുകൾ എൻസിപിക്ക് ദോഷം ചെയ്യുമോ എന്ന് പരിശോധിക്കണം. ദേശീയ നേതൃത്വത്തിന് വിട്ട വിഷയം വീണ്ടും സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. തോമസ് കെ തോമസിനെ തർക്കങ്ങളിലേക്ക് വലിച്ചിഴച്ചുവെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രാവർത്തികമാക്കാൻ അദ്ദേഹം സാധാരണ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ നടപടികൾ ആത്യന്തികമായി പാർട്ടിക്ക് ദോഷം ചെയ്യുകയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആലോചിക്കണം. മറ്റേതൊക്കെ അദ്ദേഹത്തിന് ചെയ്യേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്. ദേശീയ നേതൃത്വത്തിന് വിട്ടുകൊടുത്തൊരു വിഷയത്തിൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. സ്ഥാനമാനങ്ങൾക്കൊപ്പം പാർട്ടിയിലെ ഐക്യമാണ് പ്രധാനം. ആ ഐക്യമുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ആദ്യ ചുമതലക്കാരൻ സംസ്ഥാന പ്രസിഡന്റാണ്. തോമസ് കെ തോമസിന് ഇതിൽ വലിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ തിരുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്തേണ്ടി വരില്ലേ? അത് ഊഹമല്ലേ? സംസ്ഥാന പ്രസിഡന്റല്ല, ആരാക്കിയാണോ തിരുത്തേണ്ടത് അവരൊക്കെ തിരുത്തി പോയാലേ പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാൻ. ദീപക് മലയമ്മയുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, മന്ത്രിമാറ്റം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് PC ചാക്കോ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനവുമായി AK ശശീന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. NCP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ട ഒരു അവസാന വാക്ക് മാത്രമാണ് ഇനി ഈ ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നുള്ളൂ. അത് സ്വാഭാവികമായും സംസ്ഥാനത്ത് സർക്കാർ ഏത് നിലയ്ക്കാണോ താല്പര്യം പ്രകടിപ്പിച്ചത് ആ നിലയ്ക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. LDFിൻ്റെ താല്പര്യം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മന്ത്രി AK ശശീന്ദ്രൻ തുടരട്ടെ എന്നുള്ള നിലപാട് CPM സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആ ഘട്ടത്തിലാണ് PC ചാക്കോക്കെതിരെ വിമർശനവുമായി AK ശശീന്ദ്രൻ രംഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമീപത്തേക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് വേണ്ടി എത്തിയതാണ്. അന്ന് തോമസ് കെ തോമസും മന്ത്രി AK ശശീന്ദ്രനും ഒപ്പം തന്നെ PC ചാക്കോയും ബോംബെയിലെത്തുകയും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഈ കാര്യത്തിലൊക്കെ തീരുമാനം കൈക്കൊള്ളാം എന്നുള്ള നിലപാട് സ്വീകരിച്ച കേന്ദ്ര നേതൃത്വം അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ 17-ാം തീയതി വീണ്ടും സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയിൽ ഇത് ചർച്ചയാക്കുകയും വാഗ്വാദങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്യേണ്ടിയിരുന്ന കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് AK ശശീന്ദ്രൻ പറയുന്നത്. അതിൽ PC ചാക്കോയ്ക്ക് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പല വിധത്തിൽ ഇത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നതിൽ തോമസ് കെ തോമസിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചു വെച്ചതിലൊക്കെ സംസ്ഥാന അധ്യക്ഷന് കുറച്ചുകൂടി ജാഗ്രത കാണിക്കാമായിരുന്നു എന്നുള്ള നിലപാടാണ് AK ശശീന്ദ്രൻ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഒരു പ്രതിഷേധം കാണിക്കുന്ന ഘട്ടത്തിൽ അത് മുന്നണിക്കകത്ത് അകൽച്ചയുണ്ടാക്കുന്നതിന്, മുന്നണിയുമായി അകലുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് പ്രഥമ ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റാണ് എന്നുള്ള കാര്യവും കൂടി AK ശശീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന PC ചാക്കോയുമായി ഉണ്ടായിരുന്ന ആ ഒരു അസ്വാരസ്യം, അദ്ദേഹവുമായിട്ടുള്ള അതൃപ്തി പല വിഷയങ്ങളിലും അത് പ്രകടമാക്കി തന്നെ AK ശശീന്ദ്രൻ ഇപ്പോഴും രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന സർക്കാരിൻ്റെ പൂർണ്ണ സമയത്ത് മന്ത്രിയായി തന്നെ തുടരാം എന്നുള്ള ഒരു ഉറപ്പ് ഏറെക്കുറെ AK ശശീന്ദ്രനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിശിതമായ വിമർശനവുമായി AK ശശീന്ദ്രൻ രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. AK ശശീന്ദ്രനുമായി സംസാരിച്ചു.